ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്ക് അനുമോളുടെ കരച്ചിൽ നാടകം ഈ ഒരു സീസൺ വരുമ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ ഒരു വിക്ടിം കാർഡുകളും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള കാർഡുകളും ഒരു രീതിയിലുള്ള നാടകങ്ങളും അനുവദിച്ചു കൊടുക്കുന്നതല്ല, എല്ലാം വലിച്ചു കീറുമെന്ന്. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ അനുമോൾ തുടങ്ങിയതാണ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇരുന്നുള്ള കരച്ചിൽ. അവരുടെ ക്യാരക്ടറോ അവരെങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ. കാരണം അനാവശ്യമായിട്ട് ഈ ഒരു സീസണിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനുമോൾ പ്രത്യേകിച്ചൊന്നും ഒരു കോൺട്രിബ്യൂഷനും നടത്തിയിട്ടില്ല. ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ ഒരു സീസണിന് വേണ്ടി നൽകിയിട്ടില്ല. വെറുതെ ഒരു കുറച്ച് ക്യൂട്ട്നെസ്സും വാരി ഓരോ മൂലയ്ക്ക് പോയി ഇരിക്കുന്നു, കുറച്ച് സംസാരിക്കുന്നു, ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പോയിട്ട് പ്രശ്നങ്ങളിൽ പോയി വള്ളി പിടിച്ച് അത് പ്രശ്നമായി കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന് കരയുന്നു എന്നതല്ലാതെ അതിനപ്പുറം ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഒരു ഗെയിമർ എന്ന നിലയിൽ ഒന്നും തന്നെ ഇല്ല. എന്നാൽ പോലും അനാവശ്യമായിട്ട് വിക്ടിം കാർഡ് കളിയിലും അനാവശ്യമായിട്ടുള്ള കാർഡ് ഇറക്കിലും അനാവശ്യമായിട്ട് മറ്റുള്ളവർ തന്നെ ഉപദ്രവിക്കുന്നു, മറ്റുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർ പല രീതിയിൽ നമ്മളെ പ്രശ്നത്തിലേക്ക് വലിച്ചിടുന്നു എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് അനുമോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെയിൻലി വിക്ടിം കാർഡും അതുപോലെ തന്നെ കരച്ചിൽ നാടകങ്ങളുമാണ് അനുമോളുടെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ആകെ ചെയ്തു വെച്ചിരിക്കുന്നത് അത് മാത്രമാണ്. കാരണം വേറൊന്നുമല്ല, ഇന്നലെ നമ്മൾ ജിസേലും അനുമോളും തമ്മിലുള്ള ഒരു പ്രശ്നം എല്ലാവരും കണ്ടത് തന്നെയാണ്. ആ ഒരു ഡ്രസ്സുമായി ബന്ധപ്പെട്ട് ജിസേൽ അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. അത് ചൂണ്ടിക്കാണിക്കുക, ബിഗ് ബോസിനോട് സംസാരിക്കുക, മീറ്റിംഗ് വിളിച്ചു, ക്യാപ്റ്റനോട് പറഞ്ഞു, ബിഗ് ബോസ് അതിനെതിരെ ആക്ഷൻ എടുക്കുന്നു, അവിടെ തീർന്നു. അതിൽ പിന്നെ ജിസേലിനെ പോയി ചൊറിയേണ്ട കാര്യങ്ങളോ ജിസേൽ മനഃപൂർവ്വം ആ ഒരു ഡ്രസ്സ് കീറിയതാണെന്നോ അതുകൊണ്ട് നിങ്ങൾ വേറൊരു പുതിയ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം കീറിക്കളഞ്ഞു എന്നൊന്നും പറഞ്ഞ് ചൊറിയേണ്ട കാര്യങ്ങളില്ല. ചൊറിഞ്ഞു, പ്രശ്നമില്ല. അവർ തിരിച്ചു പറയുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ കരുത്തുണ്ടായിരിക്കണം, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ആൻസർ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. കാരണം അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് ചൊറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും അവിടെ ജിസേൽ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. എല്ലാവരും പറയുന്നുണ്ട് ജിസേൽ മോശമായി ബോഡി ഷേമിംഗ് നടത്തി, അനുമോളും അത് തന്നെയാണ് പറയുന്നത്, ബോഡി ഷേമിംഗ് നടത്തി എന്നൊക്കെ ആരോപണങ്ങൾ നടത്തി പ്രേക്ഷകർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. വേറൊന്നുമല്ല, ജിസേൽ അവിടെ മാന്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നല്ല ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഇടുമ്പോൾ ചിലപ്പോൾ കീറിപ്പോകും, നിനക്കതില്ല. അത് ബോഡി ഷേമിംഗ് എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കുറച്ച് സിമ്പതിയും സെന്റിമെന്റ്സ് ഒക്കെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും അവിടെ നടത്തി നോക്കി. ഇതൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത്. ജിസേലിനെ സംബന്ധിച്ച് മലയാളം പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ അവരുടെ വേ ഓഫ് ടോക്ക് അങ്ങനെയാണ്, ആ ഒരു സ്റ്റൈലിൽ അവർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരികയും എന്നിട്ട് മാറിയിരുന്ന് കരയുകയും പൊക്കമില്ലാത്തതിനെതിരെ ജിസേൽ സംസാരിച്ചു, കളിയാക്കി, അല്ലെങ്കിൽ ബോഡി ഷേമിംഗ് നടത്തി എന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്ന് കരയുക, പ്രേക്ഷകർക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുക, ഇതൊക്കെ തന്നെയാണ് അവിടെ നടന്നു വരുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പതി ട്രാക്ക് പിടിച്ചു നോക്കി, വിക്ടിം കാർഡ് കളിച്ച്, ഇതൊക്കെയാണ് അനുമോൾ ആകെ അവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അനീഷിനെതിരെയും കണ്ടു, ടാസ്കിനുള്ളിൽ ജയിലിൽ കിടന്നുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുന്നു. അനുമോളുടെ ഫാൻസിനെ വെച്ച് അടുപ്പിക്കും, ഫാൻസ് വേണ്ടത് ചെയ്തോളും. അതിന്റെ ഫാൻസ് ഒക്കെ അനുമോളുടെ ഇഷ്ടത്തിന് വേണ്ടിയും അനുമോൾക്ക് വേണ്ടി ചാകാനും അടിക്കാനും നടക്കുകയാണോ? വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അനുമോൾ അവിടെ ചെയ്തു കൂട്ടുന്നത്. ഭയങ്കര നല്ലവനായ ഉണ്ണി എന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങളിലും പ്രശ്നങ്ങളിലും പോയി തലയിടാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ, എന്നാൽ ആവശ്യമില്ലാതെ പോയി വള്ളി പിടിപ്പിച്ച് ചൊറിഞ്ഞിട്ട് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ എന്തോ ആക്കി ഒറ്റപ്പെടുത്തി എന്നൊക്കെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഓരോ സിമ്പതി ട്രാക്ക് പിടിക്കാനാണ് അനുമോൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൂടി ആയപ്പോഴത്തേനും നമുക്കും മനസ്സിലായി, പ്രത്യേകിച്ച് ഈ സീസണിൽ അനുമോളെ സംബന്ധിച്ച് കണ്ടന്റുകൾ ഒന്നും കൊടുക്കാനില്ല. ഒരു ഗെയിമർ എന്ന നിലയിലും പ്രത്യേകിച്ച് പ്ലാനിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് ഉറങ്ങുന്നുണ്ടാകുമെന്നെങ്കിൽ അതിന് പട്ടി കുരയ്ക്കുന്നുണ്ട്, അതിനുവേണ്ടി മറ്റു കണ്ടസ്റ്റൻസും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, എപ്പോഴും പോയി ഉറങ്ങുന്നതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ ഓരോ പ്രശ്നങ്ങളിൽ പോയി അനാവശ്യമായിട്ട് ഇടപെട്ടിട്ട് മറ്റുള്ളവർ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പോയി കരഞ്ഞു പിടിച്ച് കരച്ചിൽ നാടകം, ഇത് മാത്രമാണ് ആകെ അനുമോളെ സംബന്ധിച്ച് അവിടെ ചെയ്യുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. അനുമോൾ എന്ന കണ്ടസ്റ്റന്റ്, പുറത്തെ ഫെയിമും കാര്യങ്ങളും പ്രേക്ഷകരായ നിങ്ങൾ മറക്കുക. നമ്മളെല്ലാവരും അത് മാറ്റിവെക്കുക. അതായത് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് വരുന്നതിന് മുമ്പ് ഓരോ കണ്ടസ്റ്റൻസിനെ നിങ്ങൾ പേഴ്സണലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിലോ അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിലോ അറിയുമെങ്കിൽ അവരുടെ ആ ഒരു ഫെയിമും കാര്യങ്ങളും മാറ്റിവെക്കുക. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കി മാത്രം വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, ആ ഫോളോവേഴ്സ് ഉള്ളവരെല്ലാം ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മികച്ച കണ്ടസ്റ്റൻസ് ഒക്കെ എവിടെ പോകും? അവർക്കൊക്കെ ആര് സപ്പോർട്ട് ചെയ്യും? സോ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. മികച്ചതാണെന്നുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ അനുമോളുടെ സൈഡിൽ ന്യായമുണ്ടോ? അനുമോൾ ഈ കാണിക്കുന്നതൊക്കെ നല്ലതാണോ? വെറുതെ ഈ കരച്ചിൽ നാടകവും ആവശ്യമില്ലാത്ത വള്ളി പിടിക്കാൻ പോയിട്ട് അവർ തിരിച്ചു പറയുമ്പോൾ അവിടെ ഇരുന്ന് മൂങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അവർ പറയുന്നതിന് തിരിച്ച് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മിണ്ടാതെ സൈഡ് ഒതുങ്ങി പോവുക. അത് മാത്രമേ അവിടെ വഴിയുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.